3 നൈറ്റ്സ് ബാക്ക് ടു ബാക്ക് ജോലിയും ഹോംവർക്കും അസൈൻമെന്റും ഒക്കെ ഡ്യൂ ആയിട്ടുള്ള ഒരു സൺഡേയും അങ്ങനത്തെ ഒരു വീക്കെൻഡ് ആയിരുന്നു ഇത്. ഉറങ്ങിയിട്ട് ഹോംവർക്ക് ചെയ്യണോ ഹോംവർക്ക് ചെയ്തിട്ട് ഉറങ്ങണോ ആകെ കൂടെ കൺഫ്യൂഷൻ. ഉറങ്ങിയാലും ഇല്ലേലും ഹോംവർക്ക് ചെയ്താലും ഇല്ലേലും ജോലിക്ക് പോകണമെന്ന് മാത്രം അറിയാം. നമ്മുടെ ബെനഡിക്റ്റും സോഫിയും ഒന്നിച്ചതിനെ പറ്റിയുള്ള എന്തോ ഒരു കമന്റാണ് ഞാൻ ഇവിടെ പറയുന്നത്. മുടി ഓയിലി ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേക സ്റ്റൈൽസ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു പോണിറ്റെയിൽ കെട്ടിവെക്കും. ഈ പോണിറ്റെയിലിന്റെ ആയുസ് മാക്സിമം 15 മിനിറ്റ് ആണ്. കാരണം എന്റെ മുടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് കെട്ടിയാലേ ഇത് ഇരിക്കത്തുള്ളൂ. അങ്ങനെ കെട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കാനും തുടങ്ങും. ഇനി നേരെ പോയി ഒരു കോഫി മേടിക്കും. Hi, could I please have a mocha frap? Thank you. താങ്ക് യു സോ മച്ച്. തേർഡ് ഷിഫ്റ്റിനെ റോ ചെയ്യാനായിട്ട് ഞാൻ ഫൈനലി പാർക്കിംഗ് ലോട്ടിലെത്തി. ഇനി ഒരു 5 മിനിറ്റിൽ എനിക്ക് അകത്തേക്ക് കയറണം. ഫ്രൈഡേയിലെ ഷിഫ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ക്ലോക്ക് ഇൻ ചെയ്തൊരു 1.5 മണിക്കൂറിൽ ആദ്യത്തെ ഡെലിവറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലോക്ക് ഔട്ട് ചെയ്യുന്നതിനും 1/2 മണിക്കൂർ മുന്നേ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി, പക്ഷേ ഇടയിലുള്ള കുറെ സമയങ്ങൾ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റി. ഇന്നലത്തെ ഷിഫ്റ്റ് അടിപൊളിയായിരുന്നു. കാരണം അവിടെ ഒറ്റ പേഷ്യന്റ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എൻറ്റയർ ഷിഫ്റ്റ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ആ ഡോറിൽ കൂടെ എപ്പോൾ വേണേ ആര് വേണേ കയറി വരാം. അതുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. ഇന്നിപ്പം സൺഡേ നൈറ്റ് എന്റെ മനസ്സിലപ്പം എങ്ങനെയെങ്കിലും മൺഡേ രാവിലെ ആയാൽ മതി എന്നുള്ള ചിന്തയാണ്. മൺഡേ ത്രൂ ഫ്രൈഡേ ജോലി ചെയ്യുന്നവർക്കും സ്കൂളിലൊക്കെ പോകുന്നവർക്കും മൺഡേ ആവരുതേന്നായിരിക്കും പ്രാർത്ഥന. ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട് 1-2 മാസം ആയെങ്കിലും ഇപ്പോഴും മനസ്സിലൊരു പേടിയാണ്. എങ്ങനത്തെ പേഷ്യൻസിനായിരിക്കും കിട്ടുക, ഈസി ഉള്ളത് കിട്ടുമോ, ഈസി ഉള്ളത് കിട്ടണേന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇരിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് അകത്തേക്ക് കയറാൻ സമയമായി. കഴിഞ്ഞ 2 ദിവസത്തെയും പോലെ ഈ ഷിഫ്റ്റും നല്ലതായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പോയി നോക്കാം.